നമസ്കാരം. ഗുരുഗ്രാമിലെ സിറ്റി പോയിന്റ് ഹോട്ടലിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട മുൻ മോഡൽ ദിവ്യ പഹുജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്ത്. ദിവ്യയുടെ നേരെ അക്രമികൾ വെടിയുതിർത്തത് തൊട്ടടുത്തു നിന്നാണെന്നും തലയിൽ നിന്ന് ഒരു വെടിയുണ്ട പുറത്തെടുത്തതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. 4 ഡോക്ടർമാർ ചേർന്നാണ് ദിവ്യ പഹുജയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. നടപടികൾക്ക് പിന്നാലെ മൃതദേഹം കുടുംബത്തിന് കൈമാറി. കാമുകനും ഗുണ്ടാ നേതാവുമായ സന്ദീപ് ഗഡോലിയെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ദിവ്യ. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലാണ് ദിവ്യയ്ക്ക് വെടിയേറ്റതെന്നും തലയ്ക്കുള്ളിൽ നിന്ന് വെടിയുണ്ട പുറത്തെടുത്തതായിട്ടുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഹരിയാനയിലെ ഹിസാറിലുള്ള അഗ്രോഹ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഡോക്ടർ മോഹൻ സിംഗിന്റെ മേൽനോട്ടത്തിൽ 2 വനിതകളടക്കം 4 ഡോക്ടർമാർ നടപടികൾക്ക് നേതൃത്വം നൽകി. ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പിന്നീട് അന്ത്യകർമ്മങ്ങൾക്കായി ഗുരുഗ്രാമിലേക്ക് കൊണ്ടുപോയി. ജനുവരി 2-നാണ് ഗുരുഗ്രാമിലെ സിറ്റി പോയിന്റ് ഹോട്ടലിൽ ദിവ്യ പഹുജ വെടിയേറ്റ് മരിച്ചത്. ഹരിയാനയിലെ കനാലിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. കൊലപാതകം നടന്ന് 10 ദിവസത്തിനു ശേഷമാണ് ഗുരുഗ്രാം പോലീസിന് മൃതദേഹം കണ്ടെടുക്കാനായത്. ഹരിയാനയിലെ തൊഹനയിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിലെ ടാറ്റുകളിൽ നിന്നാണ് മൃതദേഹം ദിവ്യയുടേതാണെന്ന് സ്ഥിരീകരിച്ചതെന്നും പോലീസ് അറിയിച്ചിരുന്നു. 2 ടാറ്റുകളാണ് മൃതദേഹത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒന്ന് ദിവ്യയുടെ ഫോട്ടോകളിലേതിന് സമാനമായിരുന്നു. തുടർന്ന് മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ മാതാവിനും അടുത്ത ബന്ധുക്കൾക്കും അയച്ചു നൽകി. അവരും മൃതദേഹം ദിവ്യയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ജനുവരി 2-ാം തീയതി കൊല്ലപ്പെട്ട ദിവ്യ പഹുജയുടെ മൃതദേഹം ഹരിയാനയിലെ കനാലിലാണ് കണ്ടെത്തിയത്. പഞ്ചാബിലെ ബക്ര കനാലിൽ വലിച്ചെറിഞ്ഞ മൃതദേഹം ഒഴുകി അടുത്ത സംസ്ഥാനത്തെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ജനുവരി 3-നാണ് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്നാണ് പ്രതികളിൽ ഒരാൾ വിശദമാക്കിയത്. വിമാനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ബൽരാജ് ഗിൽ എന്നയാളെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ദിവ്യയുടെ മൃതദേഹം കൊലപാതകികൾ വലിച്ചെറിച്ചു കൊണ്ടുപോയി കാറിലിടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കേസിൽ ഹോട്ടൽ ഉടമയും മുഖ്യപ്രതിയുമായ അഭിജിത് സിംഗ് അടക്കം 5 പേർ അറസ്റ്റിലായിരുന്നു. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതിനാൽ ദിവ്യയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു മുഖ്യപ്രതിയായ അഭിജിത് സിംഗിന്റെ മൊഴി. ഹോട്ടലിൽ നിന്ന് മൃതദേഹം കാറിലേക്ക് മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. അഭിജിത് സിംഗിന്റെ സഹായികളായ ഹേംരാജ്, ഓംപ്രകാശ്, ബൽരാജ് ഗിൽ എന്നിവരെയും പെൺസുഹൃത്തായ മേഘയുമാണ് കേസിൽ പോലീസ് പിടികൂടിയത്. കൃത്യം നടത്തിയ ശേഷം മൃതദേഹം കാറിലെത്തിക്കാൻ ഹേംരാജും ഓംപ്രകാശുമാണ് സഹായിച്ചത്. തുടർന്ന് മുഖ്യപ്രതിയുടെ കാറിൽ ബൽരാജ് ഗിൽ, രവി ബംഗ എന്നിവർ മൃതദേഹവുമായി പഞ്ചാബിലേക്ക് തിരിച്ചു. പഞ്ചാബിൽ വെച്ചാണ് ഇരുവരും മൃതദേഹം കനാലിൽ തള്ളിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഉൾപ്പെട്ട ബൽരാജ് ഗില്ലിനെ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കൃത്യം നടത്താൻ ഉപയോഗിച്ച തോക്കും ദിവ്യയുടെ ചില രേഖകളും ഒളിപ്പിച്ചതിനാണ് മേഘയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. BMW കാറിൽ മൃതദേഹം മാറ്റാൻ സഹായം ചെയ്ത രവി ബാങ്ക ഒളിവിലാണ്. സന്ദീപ് വധക്കേസിൽ 7 വർഷത്തോളം ജയിലിലായിരുന്ന ദിവ്യ കഴിഞ്ഞ ജൂണിലാണ് ജാമ്യത്തിലിറങ്ങിയത്. 2016 ഫെബ്രുവരി 7-നാണ് മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ഹരിയാന പോലീസിന്റെ ഏറ്റുമുട്ടലിൽ സന്ദീപ് ഗഡോലി കൊല്ലപ്പെട്ടത്. സംഭവ സമയം സന്ദീപിന്റെ കാമുകിയായി ദിവ്യയും ഹോട്ടലിലുണ്ടായിരുന്നു. എന്നാൽ മുംബൈയിലെ ഹോട്ടലിൽ ഹരിയാന പോലീസ് നടത്തിയത് വ്യാജ ഏറ്റുമുട്ടലാണെന്നായിരുന്നു മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ. ഹരിയാന പോലീസിലെ ഉദ്യോഗസ്ഥരും സന്ദീപിന്റെ എതിരാളി വീരേന്ദ്ര കുമാർ എന്ന ബിന്ദർ ഗുജാറും ചേർന്നാണ് ഏറ്റുമുട്ടൽ ആസൂത്രണം ചെയ്തതെന്നും മുംബൈ പോലീസ് കണ്ടെത്തി. ദിവ്യ പഹുജയെ ഉപയോഗിച്ച് സന്ദീപിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയാണ് സംഘം പദ്ധതി നടപ്പാക്കിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. തുടർന്നാണ് സന്ദീപ് കൊലക്കേസിൽ 5 പോലീസുകാരും ദിവ്യയും ഇവരുടെ മാതാവും ഉൾപ്പെടെ അറസ്റ്റിലായത്. ഇവർക്ക് കഴിഞ്ഞ വർഷം ജൂണിലാണ് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്.